ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും രേഷ്മാസ് ഡയറിയിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ കുറുക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പാർത്തമോന് കഴിക്കാനായിട്ട് അവന് കുറുക്ക് മതിയെന്ന് പറഞ്ഞു. അപ്പം അതാകുമ്പം എന്നും അപ്പം ഇഡ്ഡലി ദോശയൊക്കെ കഴിച്ച് മടുത്തത് കൊണ്ടായിരിക്കണം. പിന്നെ അത് തന്നെയല്ല, നമ്മുടെ വീട്ടിൽ ഇന്ന് എല്ലാവർക്കും പഴങ്കഞ്ഞി ഉണ്ടായിരുന്നു കഴിക്കാൻ. അതുകൊണ്ടാണ് അവന് പഴങ്കഞ്ഞി അത്ര വലിയ പിടുത്തമുള്ള കാര്യമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറുക്കിനകത്ത് അങ്ങ് അവനെ അടക്കിയത്. അപ്പം പിന്നെ കുറുക്കൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഞാനിങ്ങനെ വെളിയിൽ വന്നിരുന്ന് കട്ടനൊക്കെ കുടിക്കുക. ഇന്നൊരു ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ പതുക്കെ മതിയല്ലോ എല്ലാ കാര്യങ്ങളൊക്കെ. പിന്നെ സുന്ദരി എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഇതാ അവിടെ പുറകിലത്തെ രംഗം കണ്ടോ, പട്ടിയെ കണ്ടുകൊണ്ട് ഇങ്ങനെ പൂടെയൊക്കെ വീർപ്പിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ആ ഒരു വീർപ്പീര് മാത്രമേ ഉള്ളൂ. പട്ടി കടിക്കാൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ കിടന്നങ്ങ് കൊടുക്കും പേടിച്ചിട്ട്. പിന്നെ ഫ്രിഡ്ജിനകത്തെന്ന് പറഞ്ഞാൽ നമുക്ക് പഴങ്കഞ്ഞിക്കുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെക്കാം. തലേന്ന് വേവിച്ച് ചക്കയുണ്ടായിരുന്നു. പിന്നെ മീൻകറി ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രസം, ചോറ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്തൊന്ന് പുറത്തെടുത്ത് വെക്കാമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കാൻ സമയമാകുമ്പോഴത്തേനും ചൂട് പോലും തണുപ്പ് മാറുമല്ലോ. പിന്നെ ഞാൻ പാർത്തമ്മൻ്റെ റൂമിലൊന്ന് കയറിയതാണ് കേട്ടോ. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അവനിപ്പോൾ ആ റൂം അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞങ്ങളുടെ കൂടെയാണ് ഉറക്കമൊക്കെ. അപ്പോൾ എന്നാലും ഇതിനകത്ത് അവൻ വാരി വലിച്ചിടാറുണ്ട് കിട്ടുന്ന സമയങ്ങളിൽ ഇതിനകത്ത് കയറുമ്പോൾ കേട്ടോ. അപ്പോൾ അതിനകം എല്ലാം ഒന്ന് വൃത്തിയാക്കാൻ കയറാമെന്ന് കരുതി. അപ്പോൾ കണ്ടോ, ഇതൊക്കെ ഞങ്ങളുടെ പണിയായുധങ്ങളാ രാജാവേ എന്ന് പറയുന്ന പോലെ എൻ്റെ മോൻ്റെ ഐറ്റംസാണ് ഇതൊക്കെ കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അവിടെ എല്ലാം ഒന്ന് തട്ടിക്കുടഞ്ഞ് വിരിച്ച് വൃത്തിയാക്കി. പിന്നെ റൂമിൽ ഇതിനകത്തുണ്ട് തുണികൾ ഇഷ്ടം പോലെ. അവരിടുന്ന തുണികൾ, കുളിച്ചിട്ട് വന്ന് മാറുന്ന ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ വാരി വലിച്ചിട്ടേക്കും. പിന്നെ അതെല്ലാം ഒന്ന് വാരി എടുത്തുകൊണ്ട് പോയി തുണി കഴുകാനായിട്ട് സോപ്പ് പൊടിക്കകത്ത് മുക്കി വെച്ചു. അപ്പോഴത്തേനും നമ്മൾ കഴിക്കാൻ എടുത്ത് വെച്ചിരുന്ന നമ്മുടെ പഴങ്കഞ്ഞിയുടെ തണുപ്പൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. ചക്കയും മീൻകറിയും രസവും ചോറും ഒക്കെ കൂട്ടി അങ്ങോട്ട് നല്ലൊരു പിടി അങ്ങോട്ട് പിടിച്ച്. പിന്നെ ഞാൻ വെളിയിൽ പോയപ്പോൾ ഉണ്ടടാ, ഞങ്ങളുടെ ഇവിടെ ഇഷ്ടം പോലെ നാട്ടിൻപുറം ആയതുകൊണ്ട് തന്നെ നമുക്ക് ചക്കയ്ക്കും മാങ്ങയ്ക്കും പിന്നെ ഓമയ്ക്കയ്ക്കും ഒന്നും ഒരു ക്ഷാമമില്ല കേട്ടോ. മരത്തിൽ ഇങ്ങനെ പഴുത്ത് നിന്ന് ഓമയ്ക്ക കിട്ടി. അത് ഞാനിങ്ങനെ അടത്തിക്കൊണ്ട് വന്നിട്ട് ഞാൻ കഴിച്ചിട്ട് നല്ല മധുരമായിരുന്നു. ഇന്ന് പഴുത്തതായതുകൊണ്ട് നല്ല മധുരമായിരുന്നു. പിന്നെ അടുക്കള കുറച്ച് ഒന്ന് പറക്കി ഒതുക്കലുണ്ടായിരുന്നു. അത് നിങ്ങൾ ഷോർട്സിനകത്ത് കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ ഞാൻ നമുക്ക് കറിവേപ്പിനും നല്ല ക്ഷാമമില്ല കേട്ടോ. നമ്മുടെ മുറ്റത്തെല്ലാം കരിവേപ്പിലയുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ പിച്ചിക്കൊണ്ട് വന്ന് ഇങ്ങനെ ഊരി ഒരു പാത്രത്തിനകത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കും. കാരണം ഈ വെളുപ്പിനെയൊക്കെ നമുക്ക് പരിപാലിക്കുമ്പോൾ വേണ്ടി നമുക്ക് പെട്ടെന്ന് പോയി പിച്ചിക്കൊണ്ട് വരാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിങ്ങനെ സൂക്ഷിച്ച് വെക്കാറുണ്ട് കേട്ടോ. പിന്നെ വെളിയിൽ തുണി കഴുകി ഞാൻ സോപ്പ് പൊടിക്കകത്ത് മുക്കി വെച്ചെന്നല്ല, തുണിയെല്ലാം കഴുകിയിട്ടതാ. നമ്മളന്ന് വൃത്തിയാക്കിയില്ലേ, എൻ്റെ ഒരു ഷെഡ് ഞാൻ വൃത്തിയാക്കിയില്ലേ, ആ ഷെഡിനകത്ത് ഇപ്പോൾ കണ്ടോ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ഇതിനകത്തെല്ലാം തുണി വിരിച്ചിട്ടേക്കാണ് മഴക്കാലം ആയതുകൊണ്ട് തന്നെ. അപ്പോൾ തുണിയൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് നൂത്തിടുകയും വനമാണ് കേട്ടോ. കടുവ, സിംഹം, കിടുവ പലതും കാണും. ആരും പേടിക്കണ്ട, ഒന്നും കൂടില്ല. അങ്ങനെ പിന്നെ ഞാൻ തുണി കഴുകൊക്കെ കഴിഞ്ഞ് വന്ന് ഡ്രസ്സൊന്ന് മാറി കേട്ടോ. കാരണം ഫുള്ള് നനഞ്ഞായിരുന്നു. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മത്തിയുടെ പരിഞ്ഞില തോരൻ വെക്കുകയാണ്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവരൊക്കെ കയറി കാണുക, പരീക്ഷിച്ച് നോക്കുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇങ്ങനെയാണോ പരിഞ്ഞില തോരൻ വെക്കുന്നതെന്ന് പറയണം കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാൻ തോരനുണ്ടായിരുന്നു, പരിഞ്ഞിലിൻ്റെ തോരനുണ്ടായിരുന്നു, മത്തിക്കറി ഉണ്ടായിരുന്നു, തീയലുണ്ടായിരുന്നു, ചോറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്ന് ഉച്ചയ്ക്കത്തെ വിഭവങ്ങൾ. സാധാരണയായിട്ട് ഞാൻ എങ്ങനെയാണോ ആ ഒരു രീതി തന്നെയാണ് ഇന്നത്തെ എൻ്റെ ഈ വ്ളോഗിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റ. സ്നേഹപൂർവ്വം രേഷ്മ ഫ്രം രേഷ്മാസ് ഡയറി.